ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരൊറ്റ മുട്ട വെച്ച് ചെയ്യാൻ പറ്റും നല്ല പഞ്ഞ് മാതിരി ഇരിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട ഇത് ചെയ്യാൻ. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാൻ നോക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ, അതാണെങ്കിലും മതി. ഇനി നന്നായിട്ട് നമ്മൾ വിസ്ക് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബീറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. നല്ല ക്രീമി ആയിട്ട് വരണം. ഒരു 5-8 മിനിറ്റെങ്കിലും അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അളന്നിട്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ നോക്കുക. അപ്പോൾ അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിലും കൂടി ചേർത്തിട്ട് പിന്നെ ഒരുപാട് നേരം അടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ട് വന്നോളും. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പിലാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ മിക്സായിട്ട് കിട്ടണം. എവിടെയും മൈദയുടെ കട്ടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. കുറച്ചൊന്ന് മിക്സ് ആക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. നല്ല എന്താ പറയുക, നല്ലൊരു ചോക്ലേറ്റ് സോസ് മാതിരി ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മുഴുവൻ ചേർത്തിട്ടില്ല. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കൊരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരു റിബൺ മാതിരി ഇരിക്കണം നമ്മളിത് ഒഴിക്കുന്ന സമയത്ത്. ഈ ഒരു പരുവത്തിൽ. അപ്പോൾ ടോട്ടൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് കറക്റ്റ് ആയിരുന്നു. അഥവാ നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റ് തോന്നുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാനൊരു കേക്ക് ടിന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിഫിൻ ബോക്സ് പോലെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെക്കാത്തതുകൊണ്ടാണ് ഞാൻ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. അതിനുശേഷം ഇതേ നമ്മൾ ഇത് ബാറ്ററി ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റിബൺ മാതിരിയാണ് ഇത് വീഴുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ നന്നായിട്ട് ഇനി തട്ടി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്തക്ക് പകരം അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനിയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് വളരെ ചെറിയൊരു കേക്കാണ്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല വേവാൻ. ഒരു 25 തൊട്ട് 35 മിനിറ്റ് വരെയാണ് മാക്സിമം എടുക്കുകയുള്ളൂ. അപ്പോൾ അത് ഏകദേശം എനിക്കൊരു 28 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. നല്ല പോലെ ബേക്കായിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഇതെടുത്ത് മാറ്റാം. നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന കേക്ക്, കാരണം നമ്മൾ നന്നായിട്ട് മുട്ട അടിച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കുട്ടി കേക്കാണെങ്കിലും കാണാനും അതുപോലെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് കുട്ടീസിനൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഫ്രോസ്റ്റിങ്ങും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ചോക്ലേറ്റ് കേക്ക് തന്നെയാണിത്. അതുപോലെ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് ഇതുപോലത്തെ കേക്കിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടീസിന് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.